എല്ലാവർക്കും അപ്ഡേറ്റ്സ് കോർണറിന്റെ 50ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റ്സും അതുപോലെ അത്രയ്ക്കും ഹോട്ട് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ജനനായകൻ പോസ്റ്റ്പോൺ ചെയ്ത കാര്യം കുറച്ച് പഴയ ന്യൂസ് ആണെങ്കിൽ പോലും സ്റ്റിൽ ഇപ്പോഴും കോർട്ടിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് ഓരോ ദിവസവും പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഫൈനലി നമ്മൾ ജനുവരി 23 റിലീസ് ഒന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഇനി അടുത്ത കേസിന്റെ ഹിയറിംഗ് നടക്കുമ്പോൾ 20 അപ്പൊ മിക്കവാറും ഒരു ഫെബ്രുവരി റിലീസാണ് ഇപ്പൊ ഇന്ന്. അതായത് 15-ാം തീയതി സുപ്രീം കോടതി അത് ഹർജി പരിഗണിച്ചിട്ട് ഓൾറെഡി ഡിവിഷൻ ബെഞ്ചിന്റെ അണ്ടറിലിരിക്കുന്ന കേസ് സുപ്രീം കോടതിക്ക് പരിഗണിക്കാൻ പറ്റില്ല, അവിടെ വിധി വരണം എന്ന് പറഞ്ഞു. അതെ, ഇതിപ്പോ എന്താന്ന് ഇപ്പൊ നമുക്കൊക്കെ അറിയാം. എന്നാലും ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഏപ്രിലിനുള്ളിലേക്ക് സിനിമ റിലീസിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലാലേട്ടന്റെ അപ്ഡേറ്റ്. ലാലേട്ടൻ കത്തനാർ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ലാലേട്ടൻ ഓൾറെഡി ഇപ്പൊ കുറെ സിനിമകളിൽ ക്യാമിയോസ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. കത്തനാർ സിനിമ ഒരുപാടായി സിനിമ ഷൂട്ടൊക്കെ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ഡിസംബറിലാണ് സിനിമയുടെ റിലീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അവർക്ക് ഒരുപാട് സമയമുണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട്. ലാലേട്ടന്റെ ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടി അതിൽ തന്നെ ഉണ്ട്. അതായത് നമ്മുടെ മേപ്പടിയാൻ ഡയറക്ടർ വിഷ്ണുമോഹന്റെ അടുത്ത പടത്തിൽ ലാലേട്ടൻ അഭിനയിക്കുന്നു. ശ്രീ ഗോകുലം മൂവീസ് ആണ് അത് നിർമ്മിക്കുന്നത്. അതും എന്താണെന്ന് മനസ്സിലായല്ലോ, അതന്നെ സംഭവം. ആ സിനിമ അദ്ദേഹം ചെയ്യും നെക്സ്റ്റ്. ഇയാളുടെ ഒരു കഥ കേട്ടിട്ടുണ്ടെന്ന് കേട്ടു. ഇനി അടുത്തത് മമ്മൂട്ടി നിതീഷ് സഹദേവൻ സിനിമ. അത് നമ്മള് കുറച്ച് ആഗ്രഹിച്ചായിരുന്നു. ഫാലിമി കഴിഞ്ഞിട്ട് ആൾ എടുക്കുന്ന സിനിമ. കാരണം നമ്മൾ അപ്ഡേറ്റ് സ്കോർ തുടങ്ങിയ സമയത്ത് ആ സിനിമയുടെ ലൊക്കേഷൻ ആയിട്ട് തുടങ്ങിയ സമയത്ത് മമ്മൂക്കൊക്കെ വയ്യാതായത്. അതെ അതെ അതെ. അത് പിന്നെ അതിന്റെ ഇടയിൽ ആ ഗ്യാപ്പ് വന്നപ്പോഴാണ് ജീവയുടെ കുട്ടിന് വേണ്ടിട്ട് ജീവ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തലൈവർ തമ്പി സിനിമ ചെയ്തത്. പിന്നെ ആ പടത്തിന് ഇപ്പൊ ജീവയുടെ സിനിമ ഇറങ്ങിയ പൊങ്കൽ റിലീസായിട്ട് വന്ന സിനിമയ്ക്ക് മോശമല്ലാത്ത അഭിപ്രായമാണ്. അതെ, അത് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അടൂറിന്റെ സിനിമയുടെ ഷൂട്ടിന് ശേഷമായിരിക്കും ഈ സിനിമ ഷൂട്ട് തുടങ്ങുന്നത്. ഇതൊരു ഗാങ്സ്റ്റർ ഫിലിം എന്നാണ് കേൾക്കുന്നത്. അടുത്ത് നമ്മുടെ അല്ലു അർജുൻ 23. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ലോകേഷ് വന്ന് കഥ പറഞ്ഞെന്നുള്ള കാര്യം. ഒരു വലിയ അപ്ഡേറ്റ് ആണെങ്കിൽ പോലും അത്ര ഒരു എക്സൈറ്റ്മെന്റ് പേഴ്സണലി എനിക്ക് ആ സിനിമയിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ആ അനൗൺസ്മെന്റിൽ എക്സൈറ്റ്മെന്റ് വേണ്ട. അതെ, പടം നന്നായാൽ മതി. പുള്ളി പറഞ്ഞ സാലറി ആരാണ് കൊടുത്തത് അങ്ങോട്ട് പുള്ളി പോയിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോ ഇന്ന് ഞാൻ കണ്ടൊരു അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രത്നകുമാർ ഇട്ടിട്ടുണ്ട് ഈ സിനിമയുടെ ഭാഗമായി. വളരെ സന്തോഷമുണ്ട്. പിന്നെ സ്ഥിരം നമ്മൾ അനിരുദ്ധ് തന്നെയാണ് മ്യൂസിക് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയ്യിലാണ് സിനിമ ഷൂട്ട് തുടങ്ങുക. അപ്പൊ എന്തായാലും നമുക്ക് 2027 സിനിമ കാണാം. സ്പെഷ്യലാണ് കാരണം പുഷ്പ 2 ശേഷം വരുന്ന സിനിമ അതിനുശേഷം ലോകേഷ് ഭീകര ഫിലിം. അപ്പൊ അടുത്ത നെൽസൺ ആയിരിക്കും. ഇനി സൂര്യ സൂര്യ 47 ഷൂട്ടൊക്കെ ഫുൾ സിംഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്, ഒരു പറയാം, സജിൻ ഗോപു സിനിമയിൽ ഉണ്ടെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. അത് അമ്പാൻ എന്നുള്ള ക്യാരക്ടറായിട്ട്, ആവേശത്തിൽ അമ്പാൻ ക്യാരക്ടറായിട്ട് വരിക എന്നാണ്. അതായത് ഇത് ഒരേ വേൾഡിൽ നടക്കുന്ന സ്റ്റോറി ആയിട്ടാണ്. അതായത് രോമാഞ്ചവും ആവേശവും ഇനി വരാൻ പോകുന്ന സൂര്യ 47 എന്ന് പറഞ്ഞ സിനിമ ഒരു വേൾഡിൽ നടക്കുന്ന പറയുന്നത്. സിനിമകളൊക്കെ ഒരു യൂണിവേഴ്സ്. അല്ല, ജിത്തുമനം പറഞ്ഞിട്ടുണ്ടോ ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞ കഥകള് കുറച്ചുണ്ട്. അത് അതിലിപ്പോ 2 പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അയാളുടെ കയ്യിൽ കുറച്ചിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ നെറ്റ്ഫ്ലിക്സ് വാങ്ങിയതെന്ന് സംബന്ധിച്ച് കഴിഞ്ഞാല് ഒരു സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ കുറെ മണ്ടന്മാര് വന്ന് പെട്ട കഥ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും പടം നന്നാവട്ടെ. അതെ. ഇനിയിപ്പോ അടുത്തത് പൃഥ്വിരാജ് ഇപ്പൊ നമ്മളെ ഒരു വർക്ക്ഔട്ട് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് നമ്മളെ രാജ്മൗളിന്റെ സിനിമയില്, മഹേഷ് ബാബുവിന്റെ സിനിമയില് വാരണാസി അതില് പോയിട്ട് അദ്ദേഹം തിരിച്ച് നമ്മളെ നോബഡി നിസാം ബഷീറിന്റെ സിനിമയിൽ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോബഡി പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഫിലിം ആയിരിക്കും. കാരണം കഴിഞ്ഞ വർഷം റിലീസായ വിലായത്ത് ബുദ്ധ അത്ര നല്ല പടം ആയിരുന്നില്ല. പിന്നെ നിസാം ബഷീറിന്റെ 3ാമത്തെ സിനിമ മൂന്നും. അതെ, അപ്പൊ എന്തായാലും ഗംഭീരമാവട്ടെ. അടുത്ത നമ്മുടെ ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ്. അതായത് ബാച്ചിലർ പാർട്ടിയുടെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയണമെന്ന് അറിയില്ല, ഒരു സ്പിരിച്വൽ സ്പീക്കിലാണെങ്കിൽ പറയാം. അപ്പൊ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്, അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് പടം. നമ്മൾ വരുമ്പത്തെ വീട്ടിൽ പറയണ്ടായിരുന്നു അമൽ നീരദിന്റെ നെസ്ലിനെ അഭിനയിക്കുന്ന ടോവിനോ ക്യാമിയ റോൾ എന്ന് പറഞ്ഞ പടം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കാസ്റ്റിംഗ് ഇങ്ങനെ കേൾക്കുമ്പോൾ പടം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നെസ്ലൻ, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ, ശ്രീനിവാസി, ഷറഫുദ്ദീൻ, ചന്തു,
ഷൈൻ ടോം, അങ്ങനെ ഒരുപാട് അത് നമ്മുടെ അമലത്തിന് മുമ്പത്തെ സിനിമകൾ കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് സിനിമയിൽ. ഇപ്രാവശ്യം മ്യൂസിക്കിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുശീൽ അല്ലാന്ന് നമ്മൾ പറഞ്ഞു. ആരാണ് ക്രിസ്റ്റോ തന്നെ ശിഷ്യനാവും എന്നുള്ള കാര്യം നമുക്കറിയാം. ക്രിസ്റ്റോ ദിയാസിരയ്ക്ക് ശേഷം ക്രിസ്റ്റോന്റെ ഒരു നല്ല വർക്ക് പ്രഭാകരൻ DOP വരുന്നത്. പക്ഷെ സിനിമയുടെ അനൗൺസ്മെന്റ് വന്നപ്പോ നെഗറ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാല് ബിലാലിന്റെ കേസ് തന്നെ. ബിലാലിന്റെ കേസ് മാത്രമല്ല, സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ട് ഒരു അമൽ ഉണ്ടായിട്ടില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ പടം എന്താ ചെയ്യാത്ത എന്നുള്ളൊരു അല്ലെങ്കിൽ പുള്ളി പറയുക, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നില്ല. കൺഫേം ചെയ്യണം. ഓവർ ഹൈപ്പഡ് ആവുന്നത് വരാതിരിക്കാൻ നല്ലത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബേബികളുടെയാണ്. ബേബികൾ സിനിമ അരുൺ വർമ്മയുടെ സിനിമ, ഗരുഡന് ശേഷം വരുന്ന സിനിമ, ടോളിയുടെ സർവമായ്ക്ക് ശേഷം റിലീസ് ആവുന്ന സിനിമ. ജനുവരി 23-നാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയ്ക്ക് ഇപ്പോ ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. സർവമായ്ക്കാണ് ഇപ്പൊ ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതിനുശേഷം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഓഫ് പടം എന്നൊക്കെ പറയുന്നു. ഒരു ത്രില്ലർ, ഒരു 24 hours. പിന്നെ ബോബി സഞ്ജയുടെ റൈറ്റിംഗ് നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പുള്ളിയുള്ള ലാസ്റ്റ് നീവിൻ തന്നെ ലാസ്റ്റ് ടൈം. അതെ അതെ, കാരണം ജക്കോബനെ വെച്ചിട്ട് വന്നൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് നീവിൻ പടത്തിലേക്ക് ഷൂട്ട് തുടങ്ങിയതും കഴിഞ്ഞതും നമ്മൾ അറിഞ്ഞത്. അപ്പൊ അടുത്ത D54 ധനുഷിന്റെ നമ്മുടെ പോർട്ടൽ ഡയറക്ടർ വിഘ്നേഷ് ആയിട്ടുള്ള സിനിമ. ആ സിനിമയുടെ ടീസർ, അതായത് ക്യാരക്ടർ ടീച്ചർ മാതിരി ഫിലിമിന്റെ ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ടായിരുന്നു. കര എന്നാണ് സിനിമയുടെ പേര്, അത് ആളുടെ പേര് തന്നെയാണ്. അപ്പോ ആ സിനിമ ഒരു ത്രില്ലർ ആണ് എന്നുള്ളത് കണ്ട മനസ്സിലാവുന്നുണ്ട്. ധനുഷ് പറഞ്ഞ ഒരു ആക്ടർ എന്നുള്ള ലെവലിൽ ആള് ഭയങ്കരമാണ്. അപ്പൊ ഒരു ആക്ടർ എന്നുള്ള ലെവലിൽ അയാൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ. കാരണം ഫ്രം ദ ഡയറക്ടർ ഓഫ് പോർത്തോൾ എന്ന് പറയുമ്പോൾ തന്നെ ഫ്രം ദ റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടർ ഓഫ് പോർത്തോൾ, അതായത് അതിന്റെ റൈറ്റേഴ്സ് തന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രോമിസിംഗ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അത് കണ്ടപ്പോ തന്നെ ഓക്കെ ഇത് തിയേറ്ററിൽ പോയി കാണണമെന്ന് പറയില്ല. കാരണം ഒരു അസുരനെ വടച്ചെന്നൊക്കെ കണ്ടൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും സമ്മർ റിലീസ് ആണ് പടം, നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഏപ്രിൽ ആവുമ്പോഴേക്കും കാണാൻ പറ്റും വിചാരിക്കുന്നു.